ജോലി കഴിഞ്ഞ് റൂമിലെത്തിയതും വിളിക്കേണ്ടവനാ. ഇപ്പൊ സമയം എത്രയായിന്ന് പറഞ്ഞിട്ടാ? 10 മണിയായി. ഇത്ര നേരം വിളിച്ചിട്ടില്ല. ഈ മൊബൈൽ വിളിച്ചോ? ഹലോ. എന്താടാ നീ ഇത്ര നേരം വിളിക്കാത്തത്? ജോലി കഴിഞ്ഞ് വരാൻ വൈകിയാ? അതെന്താ? സാധാരണ 8 മണിയാകുമ്പോഴേക്കും വിളിക്കുന്നതാണല്ലോ. ആ ആ എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ എന്താ അറിയോ, നിന്റെ ഫോണും കാത്ത് ഇത്ര നേരം നിന്നതാ. മോനൊരു കാര്യം ചെയ്, വേഗം ഒരു 30,000 റുപ്യ അയച്ചതാ. എന്തൊക്കെയാടാ നീ പറയുന്നത്? നീ പോയിട്ട് 3 മാസമായില്ലേ? ആകെപ്പാട് 1,00,000 റുപ്യ നീ അയച്ചു തന്നിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്, 2 ദിവസത്തിനുള്ളിൽ 30,000 റുപ്യ അർജന്റായിട്ട് അയച്ചതാ. എന്ത്? ഇതിന്റെ പൈസ ഇല്ലേ? അപ്പൊ നീ ജോലി ചെയ്യണ പൈസയൊക്കെ എവിടെ? അതാ ഞാൻ അറിയാൻ നിന്റെ ഭാര്യക്ക് അയച്ചു കൊടുക്കുന്നുണ്ടോ? നീ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. എനിക്ക് നിന്നെയും വിശ്വാസമില്ല, നിന്റെ ഭാര്യനെയും വിശ്വാസമില്ല. എന്തൊക്കെയാടാ നീ പറയുന്നത്? നീ എന്ത് പറഞ്ഞാലും പറ്റില്ല മോനെ. നീ 30,000 റുപ്യ അയച്ചു വിട്. ആദ്യം നീ കുടുംബം നോക്ക്, എന്നിട്ട് മതി വേറെ കാര്യങ്ങള്. ബിസിനസ് തുടങ്ങാനോ? നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞ ബിസിനസ് തുടങ്ങേ? ആരോട് നീ തുടങ്ങി? എന്റെ അടുത്ത് പറഞ്ഞോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ വിളിക്കുമ്പോഴേ ഇനി വ്യക്തമായി പറയണം ഞാൻ അങ്ങനെ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെന്ന്. എന്നാ ഞാൻ സമ്മതിക്കില്ലല്ലോ. തുടങ്ങേ. നീ തുടങ്ങണമെങ്കിൽ ആദ്യം ഞാൻ ചോദിക്കുന്ന പൈസകൾ മുഴുവൻ അയച്ചയച്ച് വിട്. എന്നിട്ട് ബാക്കി നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നീ ബിസിനസ് തുടങ്ങ്. അതായത് നീ കുടുംബത്തിൽ തരാണ്ട് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ കുടുംബം എന്ത് ചെയ്യും പറഞ്ഞിട്ടാ? നിന്റെ ഭാര്യ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ ഓരോ കുറുക്ക ബുദ്ധികള് ഇല്ലേ? നീ അതൊന്നും അറിയണം. നീ ഇപ്പൊ 2 ദിവസത്തിന് 30,000 റുപ്യ അയച്ചു വിട്. ശരി എന്നാ, ശരി കുറച്ച് കഴിഞ്ഞ് വിളിക്ക്. എന്തിനാണമ്മ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ ഏട്ടനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാ വേണ്ട, ഏട്ടനോട് ശല്യം ചെയ്യണ്ട. എന്നാ നീതാ, എനിക്ക് 30,000 റുപ്യ അർജന്റായിട്ട് വേണം. നീ തന്നെ. ഞാൻ എവിടെ നിന്ന് എടുത്തരാണ് അമ്മേ? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലേ കുഞ്ഞിനെ ഒന്ന് നോക്കി തന്നാൽ മതി, ഞാൻ വല്ല ജോലിക്കാൻ ശ്രമിച്ചോളാന്ന്. അപ്പൊ അതിന് സമ്മതമല്ല. ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് 2-3 മാസത്തേക്ക് ഇനി പൈസ ഒന്നും അയക്കാൻ പറ്റില്ല, അമ്മനോട് പറയണമെന്ന്. നാട്ടിൽ വന്ന സമയത്ത് കുറെ ചെലവുണ്ടായിരുന്നില്ലേ? പിന്നെ ഏട്ടൻ്റെ എവിടുന്ന പൈസ ഉണ്ടാകാൻ ചോദിക്കുമ്പോ തരാൻ വേണ്ടിയിട്ട്. അതിനെ നാട്ടിൽ വന്നു എന്ന് പറഞ്ഞാലേ അവൻ എന്റെ മോനാ. ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ അവൻ തന്നെയാ നോക്കേണ്ടത്. പിന്നെ തന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല. അവനെ വളർത്തി വലുതാക്കി ഞാനാ. നിനക്കെന്താ എത്ര സങ്കടം? അമ്മ രാവും പകലും അവിടെ ഓവർ ടൈം ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ടാണ് ഇവിടെയുള്ള കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലും അമ്മയ്ക്ക് അറിയോ? വലിയ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. മോന് സുഖമാണോ? അവൻ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? എന്തെങ്കിലും വിഷമമുണ്ടോ? അങ്ങനത്തെ ഒരു ചോദ്യം ഇതുവരെ അമ്മ ചോദിച്ചിട്ടില്ലല്ലോ. നല്ല തലവേദന ഉണ്ടെന്നാ പറഞ്ഞത്. അമ്മയോട് പറയണ്ട, അമ്മ വിഷമിക്കുന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഇവിടുത്തെ അമ്മയ്ക്ക് എവിടെ വിഷമം? അതൊന്നും അമ്മയ്ക്ക് വിഷയമല്ല, പൈസ മാത്രം മതി. അയ്യോ, നിന്നെ പോലെ എനിക്ക് സ്നേഹമുണ്ട് പറഞ്ഞാൽ നടക്കില്ല. എന്റെ സ്നേഹം മുഴുവനും മനസ്സിലാ. എന്റെ അനിൽ മോനെക്കാളും സ്നേഹം എനിക്ക് എന്റെ മൂത്ത മോനോടാ. അതിപ്പോ നിന്റെ അടുത്ത് പറഞ്ഞു നടക്കേണ്ട ആവശ്യം എനിക്കെന്താ? എന്നാ പിന്നെ അമ്മയ്ക്ക് അനിലിനോട് പൈസ ചോദിച്ചാൽ പോരെ? അവനാണെ കല്യാണം കഴിച്ച ഒരു പ്രാരാബ്ദവും ഇല്ല. ഏട്ടനിപ്പോ 3 മാസം കൊണ്ട് 1,00,000 രൂപ അയച്ചു തന്നില്ലേ? പിന്നെന്തിനാ ഈ 30,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് പിന്നെയും ബുദ്ധിമുട്ടിക്കുന്നേ? അവനെ വിളിച്ചു ചോദിക്ക്. അപ്പൊ നീ ഇത്രയൊക്കെ സംസാരിക്കാനായോ? ഞാൻ ഈ 30,000 റുപ്യക്ക് എന്റെ ഇളയ മോനെ വിളിച്ച് ചോദിക്കണം അല്ലേ? എന്ത് കാര്യത്തിന്? അവനവിടെ എന്ത് കാര്യം? കല്യാണം കഴിച്ച കുട്ടിയവൻ. അവന്റെ കയ്യിലെ പൈസ അവന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അവന് വലിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുക. അതിപ്പോ 2,00,000 റുപ്യ ഇവൻ കൊടുക്കേണ്ടി വരും അവന്. 2,00,000 രൂപ അനിലിന് കൊടുക്കാനോ? എന്ത് കാര്യത്തിന്? ഇതുവരെ അവനെ പഠിപ്പിച്ചൊന്നും പോരാ. അവൻ 1 വർഷം കഴിഞ്ഞില്ലേ ജോലി കയറിയിട്ട്? 1 രൂപ പോലും ഈ കുടുംബത്തിന് വേണ്ടി അയച്ചു തന്നിട്ടുണ്ടോ? ഇനിയും ഏട്ടനെ പിഴിയാനാ? അമ്മ മൂത്ത മോൻ ഇളയ മോൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യത്യാസം കാണിക്കാണ്ടേ 2 മക്കളെ ഒരുപോലെ കാണാൻ പഠിക്കും. നിർത്തടി അഹങ്കാരി. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞോ ഞാന്? നിന്റെ ആങ്ങളെയോ നിന്റെ അച്ഛനോ പണിയെടുത്ത പൈസ ഇവിടെ കൊണ്ടുത്താ എന്റെ മോനെ കൊടുക്കട്ടെ പറഞ്ഞോ? ഇല്ലല്ലോ. ഇളയവനെ സഹായിക്കേണ്ടതേ മൂത്തവന്റെ കടമയാ. എന്റെ ഇളയ മോൻ എന്തോ ഒരു വലിയ ബിസിനസ് അവിടെ തുടങ്ങാൻ പോവുക. 1 വർഷം പൈസ അയച്ചില്ലേ പറഞ്ഞില്ലേ? പൈസ അവനൊന്നും ചെയ്തിട്ടില്ല. അവന്റെ കയ്യിൽ തന്നെ എടുത്ത് വെച്ചിരിക്കുക. അവൻ കമ്പനിയിൽ ഏതോ ഒരു പെൺകുട്ടിനോട് സ്നേഹമാണത്രേ. അവർ വലിയ ആൾക്കാരാ. അതായത് നിന്നെ പോലത്തെ ഒന്നുമില്ലാത്ത കുടുംബത്തിൽ കൊണ്ടുവരാൻ പോകുകയില്ല. അവൻ കോടീശ്വരനെ കല്യാണം കഴിക്കുന്നത്. അതിനാ പറഞ്ഞ അവർ വലിയൊരു ബിസിനസ് അവൻ തുടങ്ങണം. എന്നാലേ പെൺകുട്ടിന് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ് പൈസ ചോദിച്ചത് അവനോട്. അല്ലാണ്ട് വെറുതെ അവന് ചെലവിന് ചോദിച്ചതല്ല.
അങ്ങനെ വലിയ ബിസിനസ് തുടങ്ങിയിട്ട് വേണം കോടീശ്വരിയെ കല്യാണം കഴിക്കണമെങ്കിലേ കോടീശ്വരിയോട് പറയായിരുന്നില്ലേ വലിയ ബിസിനസ് ആണ് തുടങ്ങി കൊടുക്കാൻ. എന്തിനാ ഈ ഒന്നും ഇല്ലാത്തൊരു മൂലം ഒന്ന് ഇറക്കാൻ നിൽക്കുന്നത്? ഞാൻ സത്യം പറയാലോ, അമ്മയ്ക്ക് മൂത്ത മോനോട് ഒരു ഇച്ചിരി പോലും സ്നേഹമില്ല. സ്നേഹം മുഴുവൻ ഏട്ടൻ സമ്പാദിച്ചു കൊണ്ടിരുന്ന പൈസനോട്. അവൻ തരുകയാണെങ്കിൽ പോലും ഇവള് തരണ്ടാൻ പറയും. വല്ലാത്ത സാധനങ്ങളാ. ഓരോ പെണ്ണുങ്ങൾ വരുന്നവർ ഒരു പ്രശ്നമില്ല. എൻ്റെ മോൻ ഗൾഫിൽ പോയിട്ട് 6 വർഷമായി. ഇവളെ ഞാൻ കൊണ്ടുപോയിട്ട് 3 വർഷമായി. അന്ന് തുടങ്ങിയത് ഓരോരോ പ്രശ്നങ്ങൾ. കുഞ്ഞേ, നീ ഒന്ന് വീഴണ്ട. വീട് ആര് നോക്കും? ഓ, ഇതിനെ നോക്കി ജോലിക്ക് പോകട്ടെ ചോദിക്കുന്നത്. അതിനെ നോക്കണമെങ്കിൽ 3 ആൾക്ക് വേറെ കൂലി കൊടുത്തോടെ നിർത്തണം. ഇങ്ങോട്ട് വാങ്ങട്ട്, ഞാൻ അകത്ത് പോവാ. ഇങ്ങോട്ട് വാ കുഞ്ഞെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. നിന്റെ അമ്മയടുത്ത് നോക്കാൻ പറയും. എൻ്റെ അടുത്ത് ആവില്ല. നല്ല വായുണ്ടല്ലോ. ഏട്ടനാണോ വിളിക്കുന്നത്? ഹലോ ഏട്ടാ. ഞാൻ അടുക്കളയിൽ കുറച്ച് തിരക്കിലായിരുന്നു. ഭാവിത് എവിടെയുണ്ട് കളിക്കുന്നത്? സുഖാണോ? ആ, പിന്നെ തലവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാ? ആ, അമ്മ ഇതാ പുറത്ത് പോയിരിക്കുക. ഇപ്പൊ വരും. ഇവിടെ അടുത്ത ഏതൊരു വീട്ടിൽ പോയിരിക്കുക. ആ, അതില് അമ്മ പറഞ്ഞല്ലോ അമ്മയെ വിളിച്ചു. ഏട്ടനെ വിളിച്ചില്ല? കിട്ടില്ല? ഏട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്. പൈസയോ? എന്തിനാ പൈസ കയ്യിലില്ലാത്ത എന്തിനാ കടം വാങ്ങാനൊക്കെ നിന്നേ? അമ്മയ്ക്ക് അനിലിനോടും ചോദിക്കാലോ. ഏട്ടൻ തന്നെ അയക്കണം എന്നില്ലല്ലോ. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കേണ്ടത്. അയച്ചിട്ടുണ്ട്. ഞാൻ പറയാം അമ്മ വന്നാൽ. ആരാ ഫോണില്? മോനാ? ആ, ഏട്ടനാ. ഹലോ, അമ്മ വന്നിട്ടുണ്ട്. ആ, ഒരു സെക്കൻഡേ. അമ്മ ഏട്ടനോട് പൈസ അയക്കാൻ പറഞ്ഞില്ലേ? ഏട്ടനൊരു സമാധാനം ഇല്ലാന്ന്. ഫ്രണ്ട്സിനോട് കടം വാങ്ങി അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, എന്നാ ശരി, എടുക്കാം ഞാൻ പിന്നെ പോയിട്ട്. ഞാൻ അമ്മയോട് പറഞ്ഞത്. ആണോ? ആയിക്കോട്ടെ, ശരി. കണ്ടില്ലേ ഇപ്പൊ പൈസ അയച്ചത്? ഞാൻ പൈസ വേണം പറഞ്ഞാൽ എൻ്റെ മോന് ഒരു സമാധാനം ഉണ്ടാകില്ല അയച്ചു തരാണ്ട്. അങ്ങനെയാണ് അമ്മയും മക്കളുടെ ബന്ധം. അതിന് ഇടയിൽ ഒരു പെണ്ണ് വന്ന് അതിന് തകർക്കാൻ വേണ്ടി നോക്കേ. അമ്മ പിന്നെ അതിൽ 10,000 രൂപ ഏട്ടൻ എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞേ. അന്ന് പോണ സമയത്തേ ചെയിന് പണയം വെച്ചിട്ടാ ഫ്ലൈറ്റ് ടിക്കറ്റിനുള്ള പൈസ ഉണ്ടാക്കിയത്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ മാസം ഒന്നും അയക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആ പൈസ കൊണ്ടുപോയിട്ട് പണയം വെച്ച സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിനക്കവൻ പൈസ അയച്ചു തരുമ്പോഴേ വായു തുറന്ന് പറഞ്ഞൂടെ? നിനക്കിങ്ങനെ ചെയിന് പണയം വെച്ചിട്ട് അതിന് എടുക്കണം, അതിന് പൈസ വേണം എന്നുള്ളത്? ആകെ എനിക്ക് 30,000 ഇത്രയും പ്രാവശ്യം ചോദിച്ചാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അതിൽ 10,000 നിനക്ക് തന്നാലോ? എൻ്റെ അനിയത്തിൻ്റെ മോളുടെ നിശ്ചയം വരുന്നത് എൻ്റെ ഒരു വള കൊണ്ട് പണയം വെച്ചിട്ടുണ്ട്, അത് എടുക്കാനാ. അമ്മേന്റെ സ്വന്തം മോനല്ലേ ഏട്ടൻ. അമ്മയ്ക്ക് എങ്ങനെ തോന്നി പൈസ വാങ്ങി എടുക്കാൻ വേണ്ടിയിട്ട്? ഇപ്പൊ തന്നെ പറഞ്ഞു കടം വാങ്ങിയ പൈസയാണ് ഇങ്ങോട്ട് അയച്ചതെന്ന്. പിന്നെ എന്നോട് കൂടി പറയാം നീയും കൂടി വാങ്ങാൻ നിനക്ക് ആവശ്യമുള്ളതെന്ന്. ഒരു മനുഷ്യനെ ഇങ്ങനെ പിഴിയുന്നതിൽ ഒരു ലിമിറ്റൊക്കെ ഉണ്ട് അമ്മ. ഏട്ടൻ എന്തായാലും ഈ മാസം അടുത്ത മാസം പൈസ അയച്ചു തരാൻ പറ്റില്ല. 10,000 പോട്ടെ, 5,000 രൂപയെങ്കിലും അമ്മ അയച്ചതാ. മുന്നിങ്ങോട്ട് വാ. ഞാനൊരു കാര്യം ചെയ്യാം, ബാങ്കിൽ കൊണ്ട് കെട്ടിയിട്ടേ പലിശയെങ്കിലും ഒന്ന് അടിക്കാൻ നോക്കട്ടെ. ഒന്നും ഇല്ലെങ്കിൽ ശരിയാവില്ല. ഏട്ടൻ അവിടെ ടെൻഷൻ അടിക്കും. അയ്യോ, ഒന്നും പറയണ്ട. ഭർത്താവിനോടുള്ള സ്നേഹം എടി, പ്രസവിച്ച അമ്മനക്കാലും സ്നേഹം ഒരു വന്ന പെണ്ണുങ്ങൾക്കും ഉണ്ടാവില്ല. അത് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ നീ ഇരുന്ന് തിന്നുകയല്ലേ, അത്രയും നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ വല്ല ജോലിക്കും പോയി അവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്ക്. കുഞ്ഞിന് 1.5 വയസ്സായില്ലേ, അല്ല പ്ലേ സ്കൂളിലും കൊണ്ട് വിട്. എന്നിട്ട് നീ വരുമ്പോൾ കൂടെ കൂട്ടിയിട്ട് വാ. അപ്പൊ നിനക്ക് നല്ല ശമ്പളം കിട്ടില്ലേ? അവന്റെ ഭർത്താവിന്റെ ശമ്പളം അയച്ചേ തരണ്ടാലോ, അത് മുഴുവൻ നിനക്കങ്ങ് എടുക്കാലോ. ഒരു ഭർത്താവിനോൾക്ക് സ്നേഹം വന്നിരിക്കണം. പ്രസവിച്ച അമ്മയ്ക്കില്ലാത്ത സ്നേഹമാണല്ലോ ഭാര്യയ്ക്ക്. ഇതുപോലെ തന്നെ ഈ ലോകത്ത് കാണില്ല, ഇവിടെ മാത്രമേ ഉണ്ടാവും. ഏട്ടൻ എന്ത് സ്നേഹം അമ്മ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നേരെ തിരിച്ച് 2 ദിവസം എൻ്റെ വീട്ടിൽ പോയി എവിടെയെന്ന് പറഞ്ഞാൽ പറയും അമ്മയ്ക്ക് വയ്യാത്തല്ലേ, അമ്മേൻ്റെ കൂടെ നിൽക്കുക, അമ്മേനെ ബുദ്ധിമുട്ടിക്കലാണ്. ഇവിടെ മോൻ്റെ പൈസ മാത്രം മതി.
അതെങ്ങനെ അയക്കണം, എന്തായിരിക്കണം ആ ഒരു വിചാരം. ഓ, തമ്പുരാട്ടി ഇവിടെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. എടി, 100 കൂട്ടം പണിയോടെ കിടക്കുന്നു. നീ ഇപ്പൊ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക മൊബൈലില്? ഭർത്താവാണെങ്കിൽ ഗൾഫില്, നിന്റെ ഏത് നേരവും ഫോണോട് മര്യാദയ്ക്ക് വെച്ചോ. നീ ഇപ്പൊ ആർക്കാ മെസ്സേജ് അയക്കണേ? അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പം അമ്മേ? ഇത്രയും നേരം ഞാൻ ഇവിടെ എത്രയും പണി ചെയ്ത് നടന്നതല്ലേ, അന്നേരം ഒന്നും പറഞ്ഞില്ല. 2 മിനിറ്റ് ഇരിക്കുമ്പോഴാണ് പ്രശ്നമുള്ളത്. ഞാൻ വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നൊന്നുമല്ല. ഏട്ടൻ കുറച്ച് മെസ്സേജും ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ട്, അത് നോക്കുമായിരുന്നു. ഏട്ടൻ മെസ്സേജ് അയക്കാൻ എടി, സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞില്ലേ? എൻ്റെ മോന് 7 മണിക്ക് നമ്മൾ ജോലിക്ക് കയറി. അരി ഉഴുന്ന് വെള്ളത്തിലിട്ടിരിക്കണോ? അത് അരച്ചു വേ. കുറച്ച് പാത്രങ്ങളുണ്ട്, അതെല്ലാം കഴുകി വെക്കി. അടുക്കള അങ്ങനെ ഇട്ടുങ്ങാണ്ട് മേലെ വന്നിരിക്കുകയല്ലേ വേണ്ടത്. അമ്മ കുറച്ചു നേരം എൻ്റെ ഭർത്താവ് അയച്ച ഫോട്ടോസ് നോക്കുമ്പോഴേക്കും അമ്മയ്ക്ക് ഇത്രയും വലിയ പ്രശ്നമായോ? ഈ പണി മുഴുവൻ അല്ലെങ്കിൽ ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്? അമ്മ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ വീട്ടിലേക്ക് പോലും ഞാനൊന്നും പോകുന്നില്ല, അമ്മേനെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ പണിയും ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. അമ്മയൊന്ന് അടുക്കളയിൽ കയറി എന്തെങ്കിലും സഹായിക്കുക ഒന്നും ചെയ്യണില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വരുന്നത്? എൻ്റെ ഭർത്താവ് അയച്ച ഒരു ഫോട്ടോസോ വീഡിയോസോ കാണാൻ പോലും എനിക്കിവിടെ പറ്റില്ല. നിനക്കെന്തിനാ ഞാൻ പറയുമ്പോഴേക്കും ദേഷ്യം വരുന്നത്? ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നീ എൻ്റെ മോന്റെ ഫോട്ടോയോ മെസ്സേജോ ഒന്നും അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്, നീ ആർക്കോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അമ്മേ, ഇല്ലേ തന്നെ ഞാൻ ഒരുപാട് വിഷമവും വേദന അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏട്ടനെ കാണാൻ പറ്റുന്നില്ല, എൻ്റെ വീട്ടുകാർ ദൂരെയാണ്, മലപ്പുറത്താണ്. അവിടെ എനിക്കൊന്ന് പോകാനോ ഒന്നിനും പറ്റുന്നില്ല. ഏട്ടനൊന്ന് ഫോൺ കോൾ വന്നാൽ തന്നെ അമ്മയ്ക്ക് 100 കാര്യങ്ങളുണ്ടാവും. നീ അതിനെന്തിനാ വിളിച്ചത്, പണിയില്ല അത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണെന്ന് എന്നെ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതുവരെ അമ്മ എന്നെ ദ്രോഹിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ. ഒരു പരാതി പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടുകാരെ വിളിച്ച് ചോദിക്കും നിനക്ക് സുഖമാണോ സന്തോഷമാണെന്നൊക്കെ. അവരോട് ഞാൻ അമ്മേനെ കുറിച്ച് ഒരു കുറ്റം പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. എപ്പോൾ വിളിച്ച് ചോദിക്കുമ്പോഴേ ഞാൻ പറയും ഇവിടുത്തെ അമ്മ നല്ലതാണ്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചല്ലാണ്ട് ഞാൻ വിഷമം അവരെ അറിയിച്ചിട്ടില്ല. ഏട്ടനെ വിളിച്ച് ചോദിക്കും ഇവിടെ എങ്ങനെയാണ് സുഖമാണെന്നൊക്കെ. ഒരു ദിവസം അമ്മ എനിക്ക് മനസ്സമാധാനം തന്നിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ കുട്ടികളെ അമ്മ സ്നേഹിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയിക്കാണ്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഒതുക്കിയിട്ടാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. എന്നിട്ട് അവസാനം എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത്? ഇനി അമ്മ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാം. അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ അനുഭവിക്കണം? എനിക്കെൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല, എൻ്റെ വീട്ടുകാരെയും കാണാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് മാസം നിൽക്കാൻ. ഉള്ള പൈസ മുഴുവൻ അമ്മ വാങ്ങി എടുക്കും. ഏട്ടൻ പറയാറുണ്ട് കുറച്ച് പൈസ ആയി കഴിഞ്ഞ് നിന്നെ 1 മാസം കൊണ്ടുവന്ന് നിർത്താം നിന്നെയും കുഞ്ഞിനെയും. അതിന് പോലും പറ്റുന്നില്ല. എന്നിട്ട് എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ പിന്നെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അമ്മ. അല്ല മോളെ, ആ സുലേഖ പറഞ്ഞിട്ടുണ്ട് മക്കൾ ഗൾഫിലാണെങ്കിൽ പെണ്ണുങ്ങളെ ഇവിടെ പിടിച്ചിരുത്തണമെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രോങ് ആകണം എന്നുള്ളത്. അവളുടെ മരുമോൾ അങ്ങനെയാണ്. എപ്പോഴും അവരുടെ വീട്ടിൽ പോയി നിൽക്കുക, പൈസയൊക്കെ അവളുടെ പേർക്കാണ് അവൻ്റെ മോൻ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനേ പെട്ടുപോയി, നിനക്ക് ഈ അനുഭവം വരരുത് എന്നുള്ളത്. അതാണ് മോളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ സ്ട്രോങ് ആയി നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ മോളോട് സ്നേഹമില്ലാതൊന്നുമില്ല, എനിക്ക് നല്ല സ്നേഹമുണ്ട്. ഞാൻ നിങ്ങളയച്ച പൈസയൊന്നും ചിലവാക്കിയിട്ടില്ല മോളെ. എൻ്റെ മോന് പൈസ എടുത്തു വയ്ക്കാനോ അവന് സ്വരൂപിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊന്നും അറിയില്ല. ഞാൻ മോളോട് വെറുതെ പറയുക പൈസ ആ ചിലവ് ഈ ചിലവ് എന്നുള്ളത്. ഞാനെല്ലാം ബാങ്കിലിട്ട് വെച്ചിട്ടുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ അവന് പുറത്ത് എന്തെങ്കിലും സ്ഥലം എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ കുട്ടി 5-6 വർഷമല്ലേ ഗൾഫിൽ പോയിട്ട്. എൻ്റെ മോള് പറയുന്ന ഞാൻ ദുഷ്ടത്തെയൊന്നുമല്ല. മോളെങ്ങനെ പറയുമ്പോഴും എന്നെ അകത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാൻ പേടിച്ചിട്ടാണ് മോളിനെ എന്നെ വിട്ടിട്ട് മോളുടെ വീട്ടിൽ പോയി നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് സ്ട്രോങ് ആയി നോക്കിയതാണ് മോളെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പം എന്തോ ഞാൻ കുറച്ചും കൂടി ഓവറായി എൻ്റെ മോളോട് പറഞ്ഞില്ലേ. മോൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയൊന്നും അല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ. അമ്മ ഇങ്ങനെയാണ് ഞാൻ അറിയില്ലായിരുന്നു.
ഏട്ടൻ എപ്പോഴും എന്നോട് പറയാറുണ്ട് അമ്മ പാവമാണ്, അമ്മനെ പൊന്നുപോലെ സ്നേഹിക്കണം എന്നൊക്കെ. പക്ഷെ അമ്മ എന്നോട് ഒരിക്കലും നല്ല രീതിയിൽ നിന്നിട്ടില്ലല്ലോ. ഞാൻ അമ്മനെ വിഷമിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ പറയുന്ന പോലെ ഞാൻ അമ്മേനെ വിട്ടിട്ട് എവിടെയും പോകുമൊന്നുമില്ല. ഏട്ടൻ്റെ പൈസ ഞാൻ വാങ്ങിയെടുത്തിട്ട് എന്ത് ചെയ്യാനാ അമ്മ? ഏട്ടൻ്റെ കഷ്ടപ്പാടും വിഷമമൊക്കെ അമ്മയെ പോലെ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ഭർത്താവിനെ സ്നേഹിക്കുന്നൊരു ഭാര്യ തന്നെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തിനെയൊക്കെ ഞാനും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയാം, സ്വന്തം അച്ഛനും അമ്മനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മനെയും കാണണമെന്നാണ്. ഞാൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ എൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഓരോ സെക്കൻഡും നീറി എവിടെ നിന്നിട്ടുള്ളത്. ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ വിഷമിക്കുന്ന രീതിയിൽ അമ്മേനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം.